2 ദിവസം മുന്നേ ഞാൻ ഈ വണ്ടിയുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ചോദിച്ചു ഈ വണ്ടിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോണത്. ഈ കാണുന്നതാണ് കേട്ടോ മുതൽ. ഇതിൻ്റെ ഒരു ആറ് ടയറോളം വരുന്നുണ്ട്. പിന്നെ നല്ല എല്ലാ ടയറിനും ഷോക്ക് അബ്സറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിൽ ലൈറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ബോഡി വരുന്നത് മെറ്റലിൻ്റെ ബോഡിയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ടൊരു വെള്ളം ഒഴിക്കാനുള്ളൊരു ടാങ്ക് ഉണ്ട്. അതിൽ സ്മോക്ക് വരും, വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ സ്മോക്ക് വരും. പിന്നെ ഇതിൻ്റെ ടയറൊക്കെ റബ്ബറിൻ്റെ ടയറുണ്ട്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ മാത്രമേ മോട്ടറുള്ളൂ കേട്ടോ. എല്ലാ ടയറിലും മോട്ടറില്ല. സെൻറ്ററിലെ ടയറിൽ മാത്രമേ മോട്ടറുള്ളൂ. ബാക്കിലത്തെ ചക്രം ഫ്രീ ആണ്. പിന്നെ ഈ വണ്ടിക്ക് ആകെ ഒറ്റ ബാറ്ററി മതിട്ടാ. ഒറ്റ ബാറ്ററിയിൽ തന്നെ അതിൻ്റെ ഒരു കേബിള് കണക്ഷൻ വന്നിട്ട് നമ്മൾ ഈ ബാറ്ററിയുടെ ഇതിലേക്ക് അതിൻ്റെ ഒരു ജാക്കുണ്ട്, അതിലേക്ക് കൊടുത്താൽ മതി. അപ്പോൾ ബാറ്ററി സെറ്റാവും. എന്നിട്ട് നേരെ ആ കവറടച്ചിട്ട് നമുക്ക് ഓണാക്കാം. അല്ലാണ്ട് 3-4 ബാറ്ററിയുടെ ആവശ്യമില്ല, ഒരു ഒറ്റ ബാറ്ററി ആവശ്യമുള്ളൂ. അത് റീചാർജബിളാണ്. നമുക്ക് ഇത് മറ്റേ നമ്മുടെ മൊബൈൽ ചാർജർ ഉപയോഗിച്ചിട്ട് ബാറ്ററി റീചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ അതിൻ്റെ റിമോട്ട് തന്നെ. ഇതാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ കവർ വരിട്ട് 2 ബാറ്ററി ഉണ്ട്, സാധാ നമ്മുടെ ബാറ്ററി. ആ 2 ബാറ്ററി നമുക്ക് ഇട്ടിട്ട് റിമോട്ട് ഉപയോഗിക്കാം. റിമോട്ടിൽ നമുക്ക് മറ്റേ ഫോർവേഡ്, ബാക്ക്വേഡ്, പിന്നെ ഒരു ലെഫ്റ്റ് റൈറ്റ് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ സ്മോക്ക് ചെയ്യാനുള്ളൊരു സ്വിച്ച് കൂടി ഉണ്ട് അതിൽ. നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കട്ടെ. എന്താ ഇതിൻ്റെ സ്റ്റിയറിങ് വർക്ക് ചെയ്യുന്നുണ്ട്. സ്ട്രെയിറ്റും ഫോർവേഡും കറങ്ങുന്നുണ്ട്. നമുക്ക് നിലത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കട്ടെ. ഇപ്പോൾ ടൈൽസിൽ എങ്ങനെ പോകണമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ടൈൽസിൽ അത്യാവശ്യം സ്പീഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ എന്തുട്ടപ്പെടാ, നല്ല പവർ, അത്യാവശ്യം പവറുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 39 ദിർഹംസാണ് കേട്ടോ. ഞാൻ ദുബായിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. 39 ദിർഹംസ് പറയുമ്പോൾ നാട്ടിലത്തെ ഒരു 800, 900, 1000 900, നാട്ടിലത്തെ ഒരു 900 രൂപ അത്ര റേഞ്ച് വരും. നമുക്ക് ജസ്റ്റ് പുറത്തൊന്നിട്ടൊന്ന് ഓടിച്ച് നോക്കാം. മറ്റേ മണ്ണിലിട്ടിട്ട്. മണ്ണിൽ അത്യാവശ്യം നല്ല പോക്കുണ്ട്. മണ്ണിൽ അത്ര വലിയ പവറില്ല, എന്നാലും അത്യാവശ്യം സ്പീഡുണ്ട് കേട്ടോ. എന്തൊട്ടപ്പെടാ. ഇതിൻ്റെ സെൻറ്ററിൽ മാത്രം മോട്ടറുള്ള കാരണം കൊണ്ട് കുഴിയിൽ വീണ് കഴിഞ്ഞാൽ അതവിടെ നിന്ന് കറങ്ങും. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് ഇതിന്. 2 മോട്ടറിലുണ്ടെങ്കിൽ അത്യാവശ്യം ഓടി എല്ലാ കല്ലും മുള്ളൊക്കെ കയറിയാനേ. ഇതിപ്പോൾ മറ്റേ പരന്ന സ്ഥലങ്ങളിൽ നന്നായിട്ട് ഓടുന്നുണ്ട്, വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ കല്ലിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ ആൾ ഇത്തിരി പണിയുണ്ട്. ഇത് കുഴിയിൽ പെട്ടു. ഉണ്ടാ കല്ല് കയറില്ല കേട്ടാ. ഇടിച്ച് കയറ്റി നോക്കാം. ആ കയറാത്തിൽ ബുദ്ധിമുട്ടുണ്ട്. ബാക്ക് എടുത്ത് അത് കയറില്ല. ഈ സൈഡിൽ കൂടെ ചെക്കൻ കയറിപ്പോയിട്ടാ. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നല്ല സാധനം. കേറി പണിക്കേ. നമുക്ക് ആ സൈഡിൽ കുറച്ച് കല്ല് കട്ടകളുണ്ട്, അവിടെ പോയി നോക്കട്ടെ നമുക്ക് കയറണ്ടോന്ന്. അത്രയ്ക്ക് വലിയ കല്ലൊന്നും കയറില്ല, ചെറിയൊരു തുണിയിൽ കയറി പൊക്കോളും. പക്ഷേ ഇപ്പുറത്തിങ്ങോട്ട് തിരി കണ്ടോ. ടൈൽസ് പോലും കയറില്ല കേട്ടാ. ചില സമയത്ത് കയറുന്നല്ലാണ്ട് കണ്ട. അത് സെൻറ്ററിൽ മാത്രം മോട്ടറുള്ള കാരണം കൊണ്ട് ആ സെൻറ്ററിൽ കുഴിയിൽ നിന്നിട്ട് വീല് മുട്ടാണ്ട് കറങ്ങാം. ബാക്കിയും കൂടി മോട്ടർ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറിപ്പോയാനെ. നമുക്ക് എടുത്തിടേണ്ടി വരും അങ്ങോട്ട്. ഇവിടെ ചെറിയ കല്ലിൻ്റെ കട്ടകളുണ്ട്, അപ്പം അത് നോക്കി നോക്കാം. അയ്യോ ആക്സിഡൻറ്റ്. അത്യാവശ്യം വലിയ കട്ടകളുണ്ട്, നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് അത്യാവശ്യം വലിയ കട്ടകളുണ്ട് അവിടെ. ഇതിൽ കാണുമ്പോൾ നമുക്ക് ഇത്ര ക്ലിയർ ഉണ്ടാവില്ല. ബ്ലോക്കായി. കൈകൊണ്ടെടുത്തേണ്ടി വരും. പോട്ടെ
ചങ്ങാതി ഒരു മോട്ടറിലാട്ടോ, ഒരു ഒറ്റ മോട്ടറിലാട്ടോ അത് പടയ്ക്കുന്നത്. അപ്പോൾ ഒരു 4 മോട്ടർ ഉണ്ടെങ്കിൽ 2 ടയറിന് മോട്ടർ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, മുട്ടണ്ട ചക്കൻ കയറി പൊക്കോളും. അപ്പോൾ സെൻറ്ററിലത്തെ ഒറ്റ മോട്ടറിൽ ഓടുന്നത്. ബാറ്ററി അത്യാവശ്യം ചാർജ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല ബാറ്ററിയാണ്. ഓ കട്ട വന്നു, ഞാൻ കട്ട കയറില്ല മോനെ. റിവേഴ്സ് കൊണ്ടാ കുഴിയിൽ വിട്ടു. സെൻട്രലിലെ ടയർ മാത്രമേ ഇറങ്ങുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് സാധനം കേട്ടോ, പുള്ളി സാധനമല്ലേ ഇത്.